പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഏശയ്യാ 29:13 കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. അപ്പം നാം അധരം കൊണ്ട് മാത്രം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൽ നിന്നും അകലെയാണ്. നമ്മുടെ ഹൃദയത്തിൽ നാം വെറുപ്പും വഞ്ചനയും അസൂയയും വിദ്വേഷവും പ്രതികാര ചിന്തയും എല്ലാം സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്താൽ ആ ആരാധനയും സ്തുതിപ്പുകളും ദൈവം സ്വീകരിക്കുകയില്ല. ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ ആരാധനയും സ്തുതിപ്പുകളുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനോ ഹൃദയപൂർവ്വം അവരെ സ്നേഹിക്കുവാനോ ദൈവകൽപ്പനകൾ പാലിക്കുവാനോ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഈ സ്തുതിപ്പും ആരാധനയും കൊണ്ട് യാതൊരു നേട്ടവുമില്ല. ജെറമിയ 4:14 നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കളയണമെന്നും അങ്ങനെ ദുഷ്ടത കഴുകിക്കളഞ്ഞാൽ മാത്രമേ നാം രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജോയൽ 2:13 ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടതെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 7-8 തിരുവചനങ്ങളിൽ കപടനാട്യക്കാരെ, ഏശയ്യാ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. അപ്പോൾ ദൈവിക ചിന്തകളും ദൈവം പഠിപ്പിച്ച കാര്യങ്ങളും ദൈവവചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് മാലിന്യങ്ങളെ അകറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 തിരുവചനങ്ങളിലൂടെ ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് യേശു പറയുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടങ്ങളാണ് യേശുനാഥൻ തൻ്റെ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നാം എപ്രകാരമാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ സഹായം അർഹിക്കുന്നവരോട് കരുണ കാണിച്ചുകൊണ്ട് നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരം കളഞ്ഞ് എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറുന്നത്. നാം മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി മാറുന്നത് അപ്പോഴാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.